അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുന്ന സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന ഗൗസിൻ്റെ ദിക്റാണ് ഈ പറയാൻ പോകുന്ന ഇസ്മ. അവരൊരു ദിക്റായി കൊണ്ടു നടക്കുന്നതാണ് ഈ ഇസ്മ. അതുകൊണ്ട് തന്നെ ഉന്നതമായ സ്ഥാനങ്ങളിൽ വിരാജിക്കുന്ന ഏതെങ്കിലും പൊസിഷനുകളിലൊക്കെ എത്തിയ ആളുകൾക്ക് അവരുടെ ആ സ്ഥാനം കൃത്യമായി കൈകാര്യം ചെയ്യാൻ കൂടെ കഴിയുന്നൊരു ഇസ്മാണിത്. എല്ലാവിധ പുരോഗതിയും പ്രയാസങ്ങളിൽ നിന്നുള്ള മോക്ഷവും ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഇസ്മ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അത് എത്രയാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നെല്ലാം കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, എന്തെങ്കിലും സ്വയം സംരംഭകത്വത്തിലുള്ള ആളുകൾ, എന്തെങ്കിലും സംരംഭകരായിട്ടുള്ള ആളുകൾ, ബിസിനസ് ചെയ്യുന്നവർ, വീട്ടിലിരുന്ന് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആർട്ട് വർക്കും ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇത് കൂടുതൽ ചൊല്ലുന്നത്, ചെയ്യുന്നത്, ഉപയോഗിക്കുന്നതൊക്കെ അവരുടെ ചെയ്യുന്ന ജോലിയിലും മറ്റു വിഷയങ്ങളിലൊക്കെ വലിയ ഫത്ഹ് ലഭിക്കാൻ കാരണമാകും. അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുമുള്ള തൗഫീഖ് സാധുക്കളായ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായി ഇത്തരുണത്തിൽ ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടു കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെക്കുറിച്ചും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംസാരിക്കാറുണ്ട്, വിശദീകരിക്കാറുണ്ട്. അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് പറഞ്ഞാൽ തീരുകയില്ല. അത്രമേൽ അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങൾ പറയാനുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ റിയാള അത് പൂർത്തിയാക്കി വീട്ടിയിട്ടാണ് പലരും ഈ അമലുകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നേരത്തെ നമ്മൾ നിരവധി വീഡിയോസുകളിൽ വിശദീകരിച്ചതാണ്. റിയാള എന്ന് പറയുമ്പോൾ വലിയ വലിയ മഹാന്മാരൊക്കെ അത് വർഷങ്ങളോളം മാസങ്ങളോളം എടുത്ത് കഠിനമായ സബരിയിലൂടെ നേടിയെടുക്കുന്നതാണ്. സാധുക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആഖിറു സമാനിലെ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കൊക്കെ സമയമില്ല, അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല. ഇങ്ങനെ ഒരു കെട്ടകാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ രൂപത്തിൽ അവരൊക്കെ റിയാള പൂർത്തിയാക്കി വീട്ടിയ അത്രയും ഗുണങ്ങളും ഫലങ്ങളും നമുക്ക് ലഭിക്കില്ലെങ്കിലും അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട ആ ഒരു കടപ്പാടെങ്കിലും പൂർത്തിയാക്കി വീട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ രൂപത്തിലെങ്കിലും അസ്മാഉൽ ഹുസ്ന റിയാള പൂർത്തിയാക്കി വീട്ടേണ്ട രൂപം
നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നവരുണ്ട്. പലർക്കും അതറിയാം, അറിയാത്തവരുമുണ്ട്. നമ്മൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയ ഒരാളുണ്ട്, റിയാള പൂർത്തിയാക്കി വീട്ടാത്ത ഒരാളുണ്ട്. ഈ പൂർത്തിയാക്കി വീട്ടിയ ആൾ ഒരു തവണ യാ ബാസിത്തോ എന്നോ യാ ഫത്താഹു എന്നോ യാദുൽ ജലാലി വൽ ഇക്റാം എന്നോ പറയുമ്പോൾ ഇത് വീട്ടാത്ത ആളിലേക്ക് ചേർത്തി നോക്കിയിട്ട് വളരെ പെട്ടെന്ന് ഉടനടി ഫലം ലഭിക്കും റിയാള പൂർത്തിയാക്കി വീട്ടിയ ആൾക്ക്. കാരണം അവർ അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ റിയാള പൂർത്തിയാക്കി വീട്ടിയിരിക്കുന്നു. അപ്പോൾ അതുമായിട്ടൊരു ബന്ധം അവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അതിന് ഉത്തരം ലഭിക്കാൻ കാരണമാകും. എന്നാൽ റിയാള പൂർത്തിയാക്കി വീട്ടാത്ത ആൾ ചൊല്ലിയാൽ ഉത്തരം ലഭിക്കില്ല എന്നല്ല, സ്പീഡ് കൂടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒരാൾ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നു, ഒരാൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു. എന്നാൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾ വളരെ വേഗത്തിലെത്തും. തിരുവനന്തപുരത്തേക്ക് കോഴിക്കോട് നിന്ന് ടിക്കറ്റ് എടുത്ത ആളും തിരുവനന്തപുരം എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ എത്തുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അത് സ്ലോവിലാണ് എത്തുക. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ. റിയാള പൂർത്തിയാക്കി വീട്ടുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിയുന്നവർ, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരിൽ കഴിയുന്ന ആളുകളൊക്കെ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടണം എന്ന് ഒരു തവണയും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് റിയാള പൂർത്തിയാക്കി വീട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചതാണ്. പലരും അസ്മാഉൽ ഹുസ്ന 99 തവണ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കാണാം, അത് നോക്കിയാൽ മതി. ഈ അസ്മാഉൽ ഹുസ്ന നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ഖത്മ് ചെയ്യാന്ന് പറഞ്ഞാൽ കത്തം എന്നല്ല കേട്ടോ പറയേണ്ടത്. അത് പല ഉമ്മമാരും അങ്ങനെ പ്രായമുള്ളവരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, കത്തോദിയൊന്ന്, കത്തം എന്നല്ല, ഖത്മ് എന്നാണ് പറയേണ്ടത്. അങ്ങനെ ശരിയായി പറഞ്ഞു പഠിക്കണം. ഖത്മ് ചെയ്യുക, വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യുക എന്ന് പറയേണ്ടത്. ഖത്മ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അവ്വൽ മുതൽ ആഖിർ വരെ ഒരു തവണ ഓതി പൂർത്തീകരിക്കുക എന്നാണ് ഖത്മ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഖത്മ് എന്ന് പറഞ്ഞാൽ അവ്വൽ മുതൽ ആഖിർ വരെ ഒരു തവണ ഓതലാണല്ലോ. അതേപോലെ അസ്മാഉൽ ഹുസ്നയുടെ ഒരു ഖത്മുണ്ട്. എന്താണ് അസ്മാഉൽ ഹുസ്നയുടെ ഖത്മ്? അസ്മാഉൽ ഹുസ്ന 99 തവണ അത് പൂർത്തീകരിച്ച് ഓതുക എന്നുള്ളതാണ്, ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അസ്മാഉൽ ഹുസ്നയിൽ 99 നാമങ്ങൾ ഒരു തവണ ചൊല്ലുക, അപ്പോൾ അത് ഒന്നായി. പിന്നെ അസ്മാഉൽ ഹുസ്ന ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞ് യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ്, ഇങ്ങനെ മുഴുവനായിട്ട് ചൊല്ലിയാൽ ഒരു തവണ, രണ്ടാമതൊന്നും കൂടെ ചൊല്ലിയാൽ 2 തവണ, മൂന്നാമത് ചൊല്ലിയാൽ 3 തവണ, അങ്ങനെ 99 തവണ പൂർത്തീകരിച്ച് വീട്ടുന്നതിനാണ് ഖത്മ് എന്ന് പറയുക. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയ ആൾ ഖത്മ് ചെയ്ത്, അസ്മാഉൽ ഹുസ്ന ഖത്മ് ചെയ്ത് ഉടനടി അള്ളാഹുവിനോട് ചോദിക്കുന്ന ദുആക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കും. റിയാള പൂർത്തിയാക്കി വീട്ടിയതാണെങ്കിൽ പിന്നെ പറയും വേണ്ട. റിയാളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിയാള നോമ്പുകാരായിട്ട് വീട്ടിയാൽ കൂടുതൽ ഫലം ചെയ്യും. അപ്പോൾ തിങ്കളാഴ്ചയുടെ ഒക്കെ നോമ്പെടുക്കുന്ന ആളുകളുണ്ട്, ആഴ്ചയിൽ നോമ്പെടുക്കുന്നവർ, മാസത്തിൽ നോമ്പെടുക്കുന്നവരൊക്കെ ഉണ്ട് അല്ലേ. അവർക്കൊക്കെ ആ നോമ്പെടുക്കുന്ന സമയത്ത് റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ മതി. ഒരു ദിവസം കൊണ്ട് ഈ ഏറ്റവും ലളിതമായ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുമോ? കഴിയും, തീർച്ചയായും കഴിയും. ഒരൊറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കി വീട്ടിയവർ നമ്മുടെ അടുക്കലും തന്നെ നേരിട്ട് ഇജാസത്ത് വാങ്ങിയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നോമ്പെടുത്ത് റിയാള പൂർത്തിയാക്കി വീട്ടിയ ചെറുപ്പക്കാർ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ റിയാള ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തീകരിച്ചത് വീട്ടാൻ കഴിയും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഹാന്മാരൊക്കെ ഇതിൻ്റെ റിയാളുകൾ പൂർത്തിയാക്കി വീട്ടിയതിൻ്റെ അത്തരം ഒരു ക്വാളിറ്റിയിലേക്കോ അത്തരം ഒരു പവറിലേക്കോ ഒന്നും നമ്മുടെ റിയാൾ എത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതിനവർ കഠിനമായ ത്യാഗങ്ങളിലൂടെയാണ് അവർ അത്തരം റിയാളുകൾ പൂർത്തീകരിച്ച് വീട്ടുന്നത്. അവർ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടിയിട്ട് വിജനമായ പ്രദേശങ്ങളിലേക്ക്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക്, മനുഷ്യവാസമില്ലാത്ത ഇടങ്ങളിലേക്ക് അവർ യാത്ര പോകും. അങ്ങനെ ആരാരുമില്ലാത്ത മനുഷ്യരോട് സഹവാസമില്ലാതെ ഏകാന്തമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ ഇരിക്കും. അവരുടെ ചിന്തയിൽ അല്ലാ എന്നുള്ള ആ ഒരൊറ്റ അതാണ് അവരുടെ ശ്വാസം. ആ രൂപത്തിലേക്ക് അവർ ശ്വസിക്കുന്നതും എടുക്കുന്നതും അത് ഒഴിവാക്കുന്നതും വിടുന്നതൊക്കെ അതൊക്കെ അല്ലാ എന്ന ചിന്തയിൽ മാത്രമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവസ്വവും അവർ സമർപ്പിച്ച്
മാസങ്ങളോളം അവരങ്ങനെ ഇരിക്കും അള്ളാഹിൻ്റെ മുമ്പിൽ. അങ്ങനെ അവർ നോമ്പെടുത്ത് മാംസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ പഥ്യത്തിൽ കഠിനമായിട്ട് അവർ ഇരുന്ന് മാസങ്ങളോളം അങ്ങനെ ഇരുന്ന് റിയാള പൂർത്തിയാക്കി വീട്ടി അവർ പിന്നീട് എന്തെങ്കിലും അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ടങ്ങ് ചെയ്യുമ്പോഴേക്ക് അതിന് പവർഫുള്ളായും അവരുടെ അസ്മാഉൽ ഹുസ്ന. അതുകൊണ്ടാണല്ലോ നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകൾ നന്നായിട്ട് പല കാര്യങ്ങളും ചെയ്യും. ചില ചികിത്സാരികൾ തന്നെ നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അവരിങ്ങനെ തേങ്ങ കൊണ്ടുള്ള ആമൽ, കോഴിമുട്ട കൊണ്ടുള്ള ആമൽ, ഇങ്ങനെ പലകയിൽ ആണി അടിച്ചിട്ടുള്ള, വെള്ളരിയിൽ ആണി അടിച്ചിട്ടുള്ള, ഇങ്ങനെ ഒരുപാട് ആമലുകൾ ഇങ്ങനെ ചെയ്ത് കുറേ ആളുകളേക്ക് നല്ല ക്യാഷും വാങ്ങിക്കും. നമ്മളൊക്കെ അതിനെ വിമർശിക്കുന്നതാണ് പലപ്പോഴും, ഇത്തരം ഓവർ എമൗണ്ട് വാങ്ങിക്കുന്നതിനൊക്കെ പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വാങ്ങിച്ച് ചെയ്ത് ചിലപ്പോൾ ഒന്നും ഫലം ഉണ്ടാവില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുത്ത് ചെന്ന് അവർ ഒരൊറ്റ അടിക്ക് ഒന്നും പറയൂല, ആ ഉസ്താദിൻ്റെ മുമ്പിൽ ഒരു പക്ഷേ ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ഇരുന്നിട്ടുണ്ടാവുള്ളൂ. ആ ഉസ്താദിൻ്റെ അടുത്തേക്ക് കയറി അപ്പോൾ ആ ഉസ്താദിനോട് ഇങ്ങനെ വല്ലാത്ത പ്രയാസമാണ്, സിഹറിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉസ്താദ് ഇനി സിഹർ വേണ്ട എന്നൊരൊറ്റ സംസാരം കൊണ്ട് അതങ്ങ് ബാത്തിലായി പോകുന്നതും കാണാറുണ്ട്. അപ്പോൾ ഇതെന്താ ഇവിടെയൊക്കെ സംഭവം, എന്താ ആത്മാർത്ഥത എന്നുള്ളതാണ്. അവരുടെ ജീവിതശൈലി, അവർ വളരെ സൂക്ഷ്മമായി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആലിമിൻ്റെ അടുക്കലാണ് നമ്മൾ പോയത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരുപാട് അമലുകൾ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അവർക്ക് ജസ്റ്റ് ഒരൊറ്റ വാക്ക് മാത്രം മതിയാവുന്നതാണ്. ആ വാക്ക് കൊണ്ട് മാത്രം അവർക്ക് നല്ല ഫലവും ലഭിക്കും. അപ്പോൾ അത്തരം ആ ഒരു പരിതസ്ഥിതിയിലേക്കൊക്കെ നമ്മളും എത്താൻ കാരണമാകുന്ന ഒരു അമല് കൂടെയാണ് അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടുക, അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് ജീവിക്കുക, അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളിലേക്കും കൃത്യമായിട്ട് ഇറങ്ങുക. ഇൻഷാ അല്ലാഹ് റിയാളയെക്കുറിച്ച് ഞാൻ അതിൻ്റെ ചെറിയ രൂപത്തിലുള്ളൊരു വിശദീകരണം ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയാം. നമ്മൾ ഇന്ന് നേരത്തെ സൂചിപ്പിച്ച ചർച്ച ചെയ്യുന്ന ഭാഗം അതിമഹത്തായ അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മായ അൽ മലിക് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ്. മലിക് എന്ന് പറയുന്ന ഇസ്മിൻ്റെ മലയാളത്തിൽ നമ്മളതിൻ്റെ അർത്ഥം പറയുമ്പോൾ രാജാവ് എന്നൊക്കെ അർത്ഥം വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. പരിമിതമായ അർത്ഥത്തിലാണ് ഈ ഒരു വാക്ക് മനുഷ്യരിൽ ഉപയോഗിക്കാറുള്ളത്, അല്ലേ? നമുക്ക് അധികാരമുണ്ട്, രാജാവ് ഒരു രാജാവാണെങ്കിൽ തന്നെ, രാജ്യഭരണം നടക്കുന്ന സ്ഥലത്ത് രാജാവാണെങ്കിൽ തന്നെ അവരുടെ അധികാരത്തിനും അവരുടെ പരമാധികാരത്തിനും ഉടമസ്ഥതയ്ക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ പരിമിതമായ അർത്ഥത്തിലാണ് മനുഷ്യരിലേക്ക് ഇത് ഉപയോഗിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ നാമം അള്ളാഹുവിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആത്യന്തികവും പൂർണ്ണവുമായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. കാര്യങ്ങളെ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കുകയും അതിന് വിധി പറയുകയും ചെയ്യുന്ന പരമമായ അധികാരം അത് ഈ നാമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. കാരണം പരമാധികാരം, ഉടമസ്ഥത തുടങ്ങിയ ആശയങ്ങളെയൊക്കെ ഈ ഇസ്മ് പൂർണ്ണാർത്ഥത്തിൽ അത് പ്രയോഗിക്കുമ്പോൾ അത് സ്യൂട്ടബിളായി വരുന്നത്, അത് ആപ്റ്റായിട്ട് വരുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ രാജാവ് എന്ന് ഉപയോഗിക്കുന്നത് അള്ളാഹുവിൽ മാത്രമാണ്. അവനാണ് എല്ലാത്തിൻ്റെയും അധികാരം അവൻ്റെ കയ്യിലാണ്. എന്നാൽ രാജാവ് എന്ന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്രയോ രാജാക്കന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. മലിക്കുൽ മുളഫർ, ധീരനായൊരു രാജന, കേട്ടിട്ടില്ല ബെയ്ത്ത്? തഴവുസ്താദിൻ്റെ ബെയ്ത്ത്. അപ്പോൾ മലിക് എന്ന് പറയാറുണ്ട് രാജാക്കന്മാർക്ക്, പക്ഷെ അതൊക്കെ പരിമിതമായ ഒരു അർത്ഥത്തിൽ മാത്രമാണ് അങ്ങനെ പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും സർവ്വകാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ ആശ്രയം നമുക്ക് ആവശ്യമാണ് എന്നല്ല, അത്യാവശ്യമായി വരുന്നു. എന്നാൽ നമ്മുടെ ഒരു ആവശ്യമോ നമ്മുടെ ഒരു ആവശ്യം അള്ളാഹുവിനില്ല എന്നുള്ളതാണ്. ഈ ഉത്തമബോധം നമ്മിൽ രൂഢമൂലമാകുമ്പോൾ യഥാർത്ഥ അധികാരത്തിൻ്റെ കേന്ദ്രം അള്ളാഹു മാത്രമാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതാണ് ആ പരമമായ അർത്ഥം? ഏതാ? അള്ളാഹുവിനെ നാം ഏത് വിഷയങ്ങളിലും, നമ്മുടെ ഏതേത് വിഷയങ്ങളിൽ, ഇവിടെ നിന്ന് ഒരു പെൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിലും, ഞാനിവിടെ നിന്ന് ഈ മൗസ് എടുക്കുകയാണെങ്കിൽ അതിലും, ഏത് വിഷയങ്ങളിലും, ഇതാ ഞാനിങ്ങനെ ഈ കൈ ഉയർത്തുന്നതിൽ നിങ്ങളുടെ മൊബൈൽ ഇങ്ങനെ സ്വന്തം കൈ കൊണ്ട് ചെറുവിരൽ
ഒരു തടവ് കൊടുത്തിട്ട് ഒരു സ്റ്റോപ്പറായി വെച്ച് അതിലിങ്ങനെ താങ്ങി നിർത്തി നിങ്ങൾ മൊബൈൽ ഫോൺ കാണുകയാണെങ്കിലും, നിങ്ങളിപ്പോൾ ബെഡിൽ കിടന്ന് കാണുകയാണെങ്കിലും, കിടന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് കാണുകയാണെങ്കിലൊക്കെ ഇതെല്ലാം നിങ്ങൾ ഇപ്പോൾ കൈ ചലിപ്പിക്കുന്നത്, നിങ്ങൾ കയ്യിൽ മൊബൈൽ പിടിച്ചിരിക്കുന്നത്, ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്, ഇതിൻ്റെ എല്ലാം അധികാരം, അതിനുള്ള ആ ഒരു കഴിവ് നൽകുന്നത്, അതിൻ്റെ അധികാര പരിധി എല്ലാം അള്ളാഹുവിലാണെന്നുള്ളതാണ്. അത് അള്ളാഹു തീരുമാനിക്കാതെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിനെ നാം ആശ്രയിക്കേണ്ടി വരികയാണ്. അള്ളാഹുവിനെ നാം ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിനെ നമ്മെ ആശ്രയിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇങ്ങനെയുള്ള ഈ ഒരു അർത്ഥതലം കൃത്യമായി നമ്മുടെ മനസ്സകങ്ങളിൽ രൂഢമൂലമാകുമ്പോഴാണ് യഥാർത്ഥ അധികാര പരിധിയുള്ളത്, യഥാർത്ഥ ആശ്രയിക്കേണ്ടി വരുന്നത് അള്ളാഹുവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ മനസ്സിലേക്ക് അത് കടന്നു വരികയും ചെയ്യുകയുള്ളൂ. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പുണ്യാത്മാക്കളുടെ വൃത്തത്തിൽ, ഔലിയാക്കളുടെ ലോകത്ത്, സൂഫി ചക്രവാളങ്ങളിൽ വിരാജിക്കുന്ന ഗഗനസമാനരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വലിയ വലിയ ഔലിയാക്കളുണ്ട്. അള്ളാഹുവിലേക്കടുത്ത് ഒരു തെറ്റും ചെയ്യാത്ത ജീവിച്ച വലിയ വലിയ ഔലിയാക്കൾ. അവരുടെ കൂട്ടത്തിൽ ഗൗസിൻ്റെ ദിക്റാണ് ഈ ഇസ്മ. അപ്പോൾ ഇത് അത്തരം ഉന്നതമായ സ്ഥാനങ്ങളിൽ ഭരണാധികാരികൾക്ക് മറ്റൊക്കെ അനുയോജ്യമായൊരു ദിക്റും കൂടെയാണിത്. നമ്മളിപ്പോൾ നമ്മുടെ കീഴിൽ കുറേ ആളുകളുണ്ട് എന്ന് സങ്കല്പിക്കുക. നമ്മളൊരു ഒരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മുടെ കീഴിൽ കുറേ ആളുകൾ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾ വേണ്ട, കുറച്ച് ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പൊസിഷനിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം പൊസിഷനിലെത്തിയിരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അവരുടെ ആ ഒരു പൊസിഷനിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്താൻ ഈ ഇസ്മ കൊണ്ട് കാരണമാകുമെന്നുള്ളതാണ്. അബ്ദുൽ മലിക് എന്ന പേര് ഉള്ള ആളുകൾക്ക് ഈ ഇസ്മ കൂടുതൽ ഫലം ചെയ്യുമെന്നും സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ പുരോഗതിയും പ്രയാസങ്ങളിൽ നിന്നുള്ള മോക്ഷവും ലഭിക്കാൻ ഈ ഇസ്മ ധാരാളമായി ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഭരണാധികാരിയിൽ നിന്നുണ്ടാകുന്ന ദ്രോഹങ്ങൾ ഒഴിവാക്കാനൊക്കെ ഈ ഇസ്മ ഓരോ ദിവസവും 100 തവണ ഉരുവിട്ട് കൊണ്ടിരുന്നാൽ മതി എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ചില ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ ചില വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് ചില ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് ആവശ്യമുണ്ടാകും. വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ട്, നമ്മുടെ ലോണുമായി ബന്ധപ്പെട്ടിട്ട്, നമ്മുടെ പല ദൈനംദിന ജീവിതത്തിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പേപ്പേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായി ഉപയോഗിച്ചാൽ അവർ ആരിൽ നിന്നാണോ അതൊക്കെ ലഭിക്കേണ്ടത് അവരിൽ നിന്നുള്ള ദ്രോഹങ്ങൾ ഒഴിവായിട്ട് നമ്മുടെ മനസ്സിൽ അവർക്ക് ഒരു അനുകമ്പയുണ്ടാവാനും ഒരു സിമ്പതി ഉണ്ടാകാനും കാരണമാകും. നമുക്കത് വളരെ പെട്ടെന്ന് അവൈലബിൾ ആക്കി തരാൻ അവർക്ക് തോന്നുന്നതാണ്. ചിലപ്പോൾ ചില പേപ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുടങ്ങിക്കിടക്കുന്ന കുറേ ആളുകളുണ്ട്, കിട്ടാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്നവർ, ഒരു നിലക്കും അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലാത്തവർ. ആ പേപ്പർ കാര്യങ്ങൾ ശരിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിൽ ഒരു റാഹത്ത് കിട്ടും. ആ രൂപത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അവർ ഓരോ ദിവസവും 100 തവണ ഈ ഇസ്മ ഇങ്ങനെ ചൊല്ലിയാൽ മതി. യാ മലിക്കു യാ വസീർ എന്ന് ചേർത്തി പറയുന്നത് പതിവാക്കിയാൽ ജീവിതത്തിൽ പല രൂപങ്ങളിലും പല വിധേന അവനറിയാത്ത വഴികളിലൂടെ ഉയർച്ച അവനിലേക്ക് വരും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് നേരവും മൊഴിയിൽ പതിവാക്കിക്കൊണ്ടിരുന്നാൽ അധികാരമില്ലാത്തവൻ അധികാരം വരും, അവന് ഉദ്ദേശിക്കുന്ന പൊസിഷനിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അധികാരമില്ലാത്തവർക്ക് അധികാരം വരും എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പൊസിഷനിലേക്ക് അവന് എത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെയൊക്കെ അർത്ഥം. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലുക. പൂർണ്ണ ശുദ്ധിയോടുകൂടെ സമ്പൂർണ്ണ ഏകാന്തതയിൽ നോമ്പനുഷ്ഠിച്ചവനും നിർബന്ധിതാവസ്ഥയിൽ ഉറങ്ങാത്തവനുമായ നിലയിൽ അള്ളാഹുവിനെ ധ്യാനിക്കുന്നു, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന ആ ഒരു ബോധത്തോടെ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, അത്ഭുതങ്ങളുടെ കലവറയാണ് അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും. വലിയ വലിയ മാറ്റങ്ങൾ, വലിയ വലിയ അത്ഭുതങ്ങൾ,
ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമാകും അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കുന്നത്. ഇതുവരെ ഇനിയും അസ്മാഉൽ ഹുസ്ന ഇതിൻ്റെ അതത് പറഞ്ഞ് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു ഇസ്മിൻ്റെ അതതെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. ഓരോ ഇസ്മുകൾക്കും നമ്മൾ അതതുകൾ കൃത്യമായി പറയാറുണ്ട്. എന്തിനാ ഈ അതതുകൾ പറയുന്നത്? അതതുകൾ പറഞ്ഞാൽ ആ അതതനുസരിച്ച് നമുക്ക് ചൊല്ലാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ആ അതതനുസരിച്ച് ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു മഹത്വം ആ അതതിന് ഒരു പ്രത്യേകതയുണ്ട്, അതിനനുസരിച്ചുണ്ടാകും. ഇപ്പോൾ നമ്മളിവിടെ മലിക്ക് എന്നാണ് പറഞ്ഞത്. മലിക്കിൻ്റെ അതത് നമുക്കറിയാം. മീം എന്ന് പറയുമ്പോൾ അബ്, ജദ്, ഹവ്വസ്, ഹുത്വി, കലമൻ. മീം എന്ന് പറയുമ്പോൾ അത് 40 അല്ലേ? മീം 40, ലാമ് 30, കാഫ് അത് 20. ഏകദേശം ഒരേപോലെ വരുന്നതാണത്. അപ്പോൾ അത് മുഴുവനാകുമ്പോൾ 40, 30, 70, 20, 90 ഇതിൻ്റെ അതത്. ഈ അതതനുസരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അവന് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കാൻ കാരണമാകും. അസ്മാഉൽ ഹുസ്ന എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. ഒരുപാട് ഗുണങ്ങൾ അസ്മാഉൽ ഹുസ്ന കാരണമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അസ്മാഉൽ ഹുസ്ന വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അള്ളാഹുവിന് ചില പ്രത്യേക ഉത്കൃഷ്ടമായ ചില നാമങ്ങളുണ്ട്. അവ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അവൻ്റെ പേരുകളിൽ ആരെങ്കിലും കൃത്രിമം കാണിക്കുകയാണെങ്കിൽ, അപവാദം പറയുകയാണെങ്കിൽ അവരെ നമുക്ക് വിട്ടുകളയാം. വദറുല്ലദീന യുൽഹിദൂന ഫി അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിക്കുന്നതിന്, അവർ ചെയ്യുന്നതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത് ഗുണങ്ങളെ കുറിക്കുന്ന ധാരാളം വിശേഷണങ്ങൾ ഖുർആനിലുണ്ട്. അപ്പോൾ ഖുർആനിലെ മഹാനരായ ഉബൈദില്ല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ ഞാൻ പരതി നോക്കിയപ്പോൾ എനിക്ക് 113 പേരുകൾ ലഭിച്ചു. അപ്പോൾ ആ 113 പേരുകൾ ഇപ്പോൾ നമ്മൾ പറയുന്നില്ലല്ലോ, നമ്മൾ ആകെ 99 തന്നെയല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ ഗഫൂർ എന്നുള്ളതും ഗാഫിർ എന്നുള്ളതും ആവർത്തനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആവർത്തനങ്ങൾ ഒഴിവാക്കിയിട്ട് അവശേഷിച്ചത് 99 എന്നാണ്. അള്ളാഹുവിൻ്റെ ഔന്നത്യത്തിനും പരിശുദ്ധിക്കും അനുയോജ്യമല്ലാത്തതോ, അവനോടുള്ള ഭക്തിയാദരവുകൾക്ക് നിരക്കാത്തതോ, അവനിലേക്ക് കുറ്റവും കുറവുകളൊക്കെ ചേർത്ത് പറയുന്നതായ നാമങ്ങൾ അവന് നൽകൽ അവൻ്റെ നാമവിശേഷണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന്, ഇസ്മുകളിൽ നിന്ന് വളരെ ഉത്കൃഷ്ടമായ 99 നാമങ്ങൾ. ആ 99 നാമങ്ങളെ കൊണ്ട് മുൻനിർത്തി ദുആ ചെയ്താൽ അതിന് ഇജാബത്തുണ്ട്. അതിൻ്റെ ഒരു കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇജാബത്ത് ലഭിക്കാനുള്ള കാരണം 99 തവണ നമ്മൾ അസ്മാഉൽ ഹുസ്ന വിളിക്കുമ്പോൾ, അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ അള്ളാഹുവിനെ 99 തവണ നമ്മൾ വിളിക്കണം. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ ഉരുക്കഴിക്കുക എന്ന് പറയാം. അതിൻ്റെ റിയാദ് വിട്ട ഉരുക്കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഉരുക്കഴിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ഇസ്മിൻ്റെയും അതത് എടുക്കുക. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മിൻ്റെയും അതത് എടുക്കുക. അതതെന്ന് പറഞ്ഞാൽ അക്ഷരസംഖ്യ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഓരോ ഇസ്മിൻ്റെയും അതത്. ഇപ്പം നമ്മൾ ഇതിൻ്റെത് പറഞ്ഞു 90 മലിക്ക് എന്നുള്ളതിൻ്റെ. മീമ്, ലാമ്, കാഫ് ഇതിങ്ങനെ കൂട്ടിയപ്പോൾ 90 കിട്ടി. അങ്ങനെ ഓരോ ഇസ്മുകൾക്കും ഓരോ അതതുകൾ ഉണ്ടാവും. ആ അതതനുസരിച്ച് ഓരോന്നിൻ്റെ അതതും അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ എഴുതി വെച്ച് അതിൻ്റെ നേർക്ക് ഇങ്ങനെ എഴുതി വെക്കുക. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട റിയാദ പൂർത്തിയാക്കി വിട്ടാൻ. എന്നിട്ട് ഓരോ ഇസ്മുകളും കൃത്യമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് വുളുവോടുകൂടെ, നോമ്പുകാരായിട്ടാണെങ്കിൽ അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ നാമം, ഓരോ ഇസ്മും അതിൻ്റെ എണ്ണം അനുസരിച്ച് ഇങ്ങനെ ചൊല്ലിത്തീർക്കുക. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ചൊല്ലിത്തീർക്കുക. അപ്പോൾ ആദ്യത്തെ ഇസ്മ് എന്താ, ഏത് ഇസ്മാണോ അവന് ചൊല്ലിത്തീർക്കുന്നത്? അള്ളാഹ് എന്നുള്ള ഇസ്മാണ് ചൊല്ലിത്തീർക്കുന്നത്. അള്ളാഹ് എന്നുള്ളതിൻ്റെ അതത് 66. അപ്പോൾ അവന് അള്ളാഹ് എന്നുള്ളത് യാ ചേർത്തിയിട്ടോ അല്ലാതെയൊക്കെ ആയിട്ട് 66 തവണ യാ അള്ളാഹ്, യാ അള്ളാഹ്, യാ അള്ളാഹ്, യാ അള്ളാഹ്, യാ അള്ളാഹ് ഇങ്ങനെ 66 തവണ ചൊല്ലുക. അപ്പോൾ ആ ഇസ്മിൻ്റെ കഴിഞ്ഞു. ഇനി അവന് വേറെ എന്താ പിന്നെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ദിവസവും ആ ചൊല്ലി പൂർത്തിയാക്കിയ ഇസ്മ് അത് ചൊല്ലൽ അത്യാവശ്യമാണ്. അപ്പോൾ അള്ളാഹ് എന്നുള്ളത് ചൊല്ലി തീർന്നു. എന്നാൽ പിന്നെ പിറ്റേ ദിവസം അവൻ എന്ത് ചെയ്യണം? ഈ അള്ളാഹ് എന്നുള്ളത് ഒരു തവണ ചുരുങ്ങിയത് ചൊല്ലണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ആ റിയാദ പൂർത്തിയാക്കി വിട്ടുകഴിഞ്ഞാൽ അത് കൊണ്ടു നടക്കുക. അതിന് പ്രയാസമില്ല. എല്ലാ ദിവസവും ഒരു തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവർക്ക് പ്രയാസമില്ല. കാരണം അതിലൊരു തവണ അള്ളാഹ് എന്ന് വരുന്നുണ്ടല്ലോ. മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ റഹ്മാൻ എന്ന ഇസ്മിൻ്റെ ആദത് നമുക്കറിയാം, അത് 298.
അപ്പോൾ 298 എന്നുള്ള ഒരു സംഖ്യ പൂർത്തീകരിക്കുന്നവരെ യാ റഹ്മാനു യാ അല്ലാന്നോ അല്ലെങ്കിൽ യാ റഹ്മാൻ 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 ഇങ്ങനെ 298 തവണ പറയാം. അപ്പോൾ റഹ്മാൻ എന്നുള്ളതിൻ്റെ കഴിഞ്ഞു അല്ലേ. അങ്ങനെ ഓരോ ഇത് 298 തവണ ചൊല്ലി തീർന്നാൽ പിന്നെ എല്ലാ ദിവസവും റഹ്മാൻ എന്നുള്ള ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ചൊല്ലണം. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടിയ ആളാണെന്നുണ്ടെങ്കിൽ അവർ ഇത് കൊണ്ടു നടക്കാൻ എന്ത് ചെയ്താൽ മതി? ചുരുങ്ങിയത് ഒരു ദിവസം ഒരു തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയാൽ മതി, എന്നാൽ അത് പൂർത്തീകരിച്ച് വീട്ടാൻ സാധിക്കും. അങ്ങനെ അസ്മാഉൽ ഹുസ്നയുടെ റിയാള ഓരോ ദിവസവും പൂർത്തിയാക്കി വീട്ടിയിട്ട് അസ്മാഉൽ ഹുസ്ന ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കി വീട്ടാവുന്നതേ ഉള്ളൂ. അങ്ങനെ പൂർത്തിയാക്കി വീട്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാഉൽ ഹുസ്ന അതെല്ലാ ദിവസവും ചൊല്ലിപ്പോരുകയാണെങ്കിൽ അവൻ്റെ ഏതേത് വിഷയങ്ങൾക്കും അത് മാത്രം പരിഹാരമാകുന്നതാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടതിൻ്റെ പേരിൽ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വിട്ടരുത്. ഇതിൻ്റെ തൊട്ട് മുമ്പ് അസ്മാഉൽ ഹുസ്ന 99 തവണ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ 2-3 വീഡിയോ. അപ്പോൾ ഇനി ചിലർക്ക് ഇതിൻ്റെ അതത് എത്രയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് ഓരോന്നിൻ്റെ അതതും കിട്ടണമല്ലോ എന്ന്. അത് നമ്മൾ 2 തവണ 2 വീഡിയോസുകളിലായിട്ട് അസ്മാഉൽ ഹുസ്നയുടെ അതതുകൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മിൻ്റെ അതതും നമുക്ക് കൃത്യമായിട്ട് അവിടെ നിന്ന് കിട്ടും. ആ അതതനുസരിച്ച് അത് നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് റിയാള പൂർത്തിയാക്കി വീട്ടിയിട്ട് അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇറങ്ങി നോക്കൂ, നല്ല ഫലം ഉണ്ടാകും. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടുന്നതിന് അതിൻ്റെ ഇജാസത്ത് മുഖേന റിയാള പൂർത്തിയാക്കി വിട്ട നല്ല അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെടുന്നവരിൽ നിന്ന് റിയാള വാങ്ങിയിട്ട് വളരെ ഇജാസത്ത് വാങ്ങിയിട്ട് റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ അത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പോകാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനിയും ഇത് കേൾക്കുന്നവരിൽ ആരെങ്കിലും അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കാത്തവരുണ്ടോ? നമ്മളെല്ലാ ദിവസവും ചോദിക്കാറുണ്ട്. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകരുത്. എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവർക്ക് കാണാതെ പഠിക്കാതിരിക്കുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാവില്ല. കാരണം എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ടല്ലോ. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചവർക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലേ. സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്, ദഖലൽ ജന്ന. അപ്പോൾ അസ്മാഉൽ ഹുസ്ന അത് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ ഒരു പ്രയാസമായിരിക്കും. ഈമാനൊക്കെ നന്നായിട്ടുള്ള ആളുകൾക്ക് ഈമാൻ കൂടും കുറയുന്നതാണ്. ഈമാൻ നന്നായിട്ട് കൂടിയ ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് അവർക്ക് വേറൊന്നും പഠിച്ചാൽ പഠിയൂല. എന്നാൽ അസ്മാഉൽ ഹുസ്ന വളരെ പെട്ടെന്ന് പഠിക്കും. അങ്ങനെ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകും. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് വലിയ ഹൈഫ്ള് ലഭിക്കാൻ കാരണമാകും. ഈ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിച്ചവർക്ക് സ്വർഗപ്രവേശം സാധ്യമാണെന്ന് പറഞ്ഞിടത്തെ ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേവലം അങ്ങ് കാണാതെ പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഫാസിഖീങ്ങളൊക്കെ അത് പഠിക്കൂലേ, അവർക്കും സ്വർഗത്തിൽ പ്രവേശിച്ചൂടെയെന്ന്. അപ്പോൾ അതിന് ചില ഇമാമുകളൊക്കെ അതിന് വിശദീകരണമായി പറഞ്ഞിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയവും അർത്ഥങ്ങളൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തിയവരാണ് എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ രൂപത്തിലെങ്കിലും അസ്മാഉൽ ഹുസ്നയുടെ അർത്ഥങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം. നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക. അതിൽ പങ്കെടുക്കുമ്പോൾ അസ്മാഉൽ ഹുസ്ന നമുക്ക് നിയ്യത്താക്കിയിട്ട് ചൊല്ലാൻ പറ്റും. അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിൻ്റെ മുമ്പ് നമ്മൾ പ്രത്യേകം നിയ്യത്ത് വെക്കലുണ്ട്. ആ നിയ്യത്തിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനും കാരണമാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞു ദുആക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സന്തോഷവും ഖൈറും ഒക്കെ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.